വിഷുക്കണിയില്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്. എല്ലാരും പറയും അത് വേണം, ഇത് വേണം, കണി ഒരുക്കുമ്പോ അങ്ങനെ വേണം, ഇങ്ങനെ വേണം. എന്റെ പൊന്നു മക്കളെ, ഈ പറഞ്ഞതുപോലെ കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണ വിഗ്രഹം വെക്കുക. കണിക്കൊന്ന ഉണ്ടെങ്കിൽ കണിക്കൊന്ന വെക്കുക. ഈ പറഞ്ഞതുപോലെ കണിക്കൊന്ന ഒരു ചെറിയ ഞാൻ സാധാരണക്കാരുടെ രീതിയിൽ പറയുന്നതാണ് കേട്ടോ. എനിക്ക് ഈ വലിയ രീതിയിൽ ഫ്രൂട്ട്സുകളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് വെക്കണം. അങ്ങനെ ഒന്നും ഒരു നിർബന്ധമില്ല. ഈ പറഞ്ഞതുപോലെ ഒരു പാത്രം, ഒരു താലം, നമ്മൾ ഈ വിളക്കൊക്കെ വെക്കുന്ന ഒരു തട്ടമായാലും മതി കേട്ടോ. അപ്പൊ അതിനകത്തായാലും എന്തുമായാലും ഒരു പാത്രത്തിനകത്ത് അരി എടുക്കണം. അരി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. നല്ല അരി എടുക്കുക. അരി എടുത്ത് അത് കുറച്ചൊന്നും അല്ല, ഇച്ചിരി നല്ലപോലെ എടുത്തിട്ട് അതിന്റെ മുകളില് നമ്മുടെ വീട്ടില് ചക്കയോ മാങ്ങയോ ഉണ്ടെങ്കിൽ വെക്കുക. നിർബന്ധം ഇല്ല. കണിക്കൊന്ന, ഒരു പിടി കണിക്കൊന്ന അതിന്റെ മുകളിൽ വെക്കുക. കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു തുളസി മാലയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുല്ലപ്പൂ, വെള്ളപ്പൂവിന്റെ ഒരു മാല, മുല്ലപ്പൂ മാല ഇട്ടാൽ മാത്രം മതി. ഇതിൽ കൂടുതൽ ഒരു ഒരുക്കങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ കാശ് കടം മേടിച്ച് വെച്ചിട്ടോ വിഷുക്കണി ഒരുക്കുന്നത് ഇങ്ങനെ വേണമെന്നോ, പിന്നെ കുറച്ച് നാണയങ്ങൾ ഉണ്ടെങ്കിൽ നാണയങ്ങൾ അതിനകത്തോട്ട് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചേക്കുക. ഇത്രയും മതി. ഇതിനകത്ത് കൂടുതൽ ആവശ്യങ്ങളൊന്നും